ചെറിയൊരു 40 മിനിറ്റിൻ്റെ ഒരു ഹ്രസ്വചിത്രമാണെങ്കിലും ഇതൊരു തിയേറ്ററിക്കൽ മൂവിയായിട്ട് വേണമെങ്കിലും കൊണ്ട് വെക്കാൻ പറ്റിയ ഒരു സാധനമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു ഹ്രസ്വചിത്രം, ഷോർട്ട് ഫിലിം കഴിഞ്ഞ ദിവസം, ഷോർട്ട് ഫിലിം എന്ന് പറയാൻ പറ്റും 40 മിനിറ്റോളം ഉള്ള ഒരു ഷോർട്ട് ഫിലിം യൂട്യൂബിൽ ഈ മാസം ജൂലൈ മാസം തുടക്കത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ലേറ്റായി കാണാൻ. എല്ലാവരും കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇത് ഹൊറർ മിസ്റ്ററി രീതിയിൽ എടുത്തിരിക്കുന്ന ഒരു ഷോർട്ട് ഫിലിമാണ്. ഷോർട്ട് ഫിലിമിൻ്റെ പേര് ഗ്രാനി. എന്നെ അത് അതിശയിപ്പിച്ച കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ റീലുകളിലും യൂട്യൂബിലൊക്കെ കുറേ വീഡിയോ, സിനിമാ നടനും കൂടിയാണ് അനന്തരാമൻ, നമ്മൾ അനന്തു അങ്ങനെ എന്തോ പുള്ളിയുടെ പേര് ഇതിനകത്തിട്ട് ഇരിക്കുന്നത്, അപ്പൂപ്പൻ ആൻഡ് സൺസോ അങ്ങനെ എന്താണ് ഈ പുള്ളിയുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് തന്നെ. കുറച്ച് പേർക്ക് അറിയായിരിക്കും. രോമാഞ്ചത്തിലെല്ലാം അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ടറാണ് പുള്ളി മെയിനായിട്ട് അറിയപ്പെടുന്നത് പുള്ളിയുടെ യൂട്യൂബ് വീഡിയോകളിലൂടെയാണ്. പഴയ കുറേ പടങ്ങളിലെയൊക്കെ പുള്ളി കീറി മുറിച്ചെടുക്കുന്ന കുറേ വീഡിയോകളെല്ലാം നമ്മൾ പലരും കണ്ടിട്ടുണ്ടാവാം. അങ്ങനെയുള്ളൊരു പുള്ളി എടുത്തിരിക്കുന്ന ദേവനെയൊക്കെ ദേവ്ജി എന്നുള്ള രീതിയിൽ ഞാൻ കേട്ടത് പുള്ളിയുടെ ഇതിൽ നിന്നാണ്. അപ്പം അങ്ങനെയുള്ളൊരു പുള്ളി എടുത്തിരിക്കുന്ന ഒരു പുള്ളിയുടെ സംവിധാനത്തിൽ ചെയ്തിരിക്കുന്ന ഒരു പടം ഗംഭീര മേക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നു. 40 മിനിറ്റ് സത്യം പറഞ്ഞാൽ ഹൊറർ മൂവി നല്ല രീതിയിൽ പിടിച്ചിരുത്തുന്ന. ഇപ്പം മറ്റേ സിനിമ ലാസ്റ്റ് ഇറങ്ങിയ ബോളിവുഡ് ടൈംസിലെല്ലാം ഒരു ഹൊറർ മൂവി എങ്ങനെ എടുക്കണം എന്നുള്ള രീതിയിലെല്ലാം സംസാരിക്കുന്നുണ്ടല്ലോ പടത്തിൽ. അപ്പം ആ രീതിയിൽ ഒരു ഷോർട്ട് ഫിലിം എടുത്തിരിക്കുകയാണ്. നൈറ്റൊക്കെ ഇരുന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു നല്ല അനുഭവം കിട്ടണമെങ്കിൽ ഒരു നൈറ്റ് ഇരുന്ന് കാണുന്നതായിരിക്കും ബെറ്റർ. ഒരു 10 മണിക്ക് ശേഷം ഒക്കെ ഇരുന്ന് ഈ സിനിമ കാണാം. ഇതിൽ മെയിനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് KPSC ലീല എന്ന ആക്ട്രസ്, നമ്മളെ ആ പൂക്കാലത്തിലെല്ലാം അഭിനയിച്ചിരിക്കുന്ന ആക്ട്രസ്സായ KPSC ലീലയും പിന്നെ ഒരു ആക്ടറും കൂടെ വരുന്നത് ശിവരാജ് എന്ന് പറഞ്ഞ രണ്ടുപേരും മികച്ച പ്രകടനമായിരുന്നു. നമ്മളിങ്ങനെ പിടിച്ചിരുത്തുന്ന രീതിയിലാണ് പടം ഷോർട്ട് ഫിലിം മേക്ക് ചെയ്തിരിക്കുന്നത്. അത് അപ്പൂപ്പൻ ആൻഡ് ദി ബോയ്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ഇപ്പം 3 ബില്യൺ മുകളിലുള്ള വ്യൂസ് ഇപ്പം കഴിഞ്ഞു. അത്ര നല്ല രീതിയിൽ അത് പോകുന്നുണ്ട്. ഞാൻ ഫേസ്ബുക്കിലോ എന്തോ മറ്റോ അതിൻ്റെ ഒരു ഇത് കണ്ടിട്ട് ഞാൻ ഇരുന്ന് കണ്ടതാണ്. നൈറ്റാണ് കണ്ടത്. നൈസായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ലൊരു അനുഭവം ആയിട്ട് തോന്നി. റോണി എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിൻ്റെ പേര് റോണി ആൻഡ് മുത്തശ്ശി. ഈ 2 ക്യാരക്ടറാണ് ഇതിനകത്ത് വരുന്നത്. ഇതിലിപ്പം മികച്ച ഒരു സാങ്കേതിക നിലവാരം ഈ സിനിമ പുലർത്തിയിട്ടുണ്ട്. ഒരു വയസ്സായ ഒരാളുടെ അടുത്തേക്ക് എന്താണ് പറയുന്നതിന് ഹോം നേഴ്സായിട്ട്, ഒരു വയസ്സായ ഒരാളുടെ അടുത്തേക്ക് ഹോം നേഴ്സായിട്ട് വരുന്ന ഒരു ക്യാരക്ടർ. അപ്പം അതിൽ ഹൊറർ മിസ്റ്ററി മൂഡിലാണ് ഈ സിനിമ കഥ പറഞ്ഞു പോകുന്നത്. അപ്പം എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളൊരു നമ്മളെ ഒരിതുണ്ടല്ലോ. എന്താണ് ഇവരാരാണ്, ഇവരെന്താണെന്നുള്ള സംഭവത്തിൽ നമ്മൾ ഈ പിടിച്ചിരുത്തുന്ന അവസാന നിമിഷം ക്ലൈമാക്സ് വരെ. ഇവിടെ സംഭവിക്കുന്നത് ഒരു മുത്തശ്ശീൻ്റെ അടുത്ത്, ഒരു വയസ്സായ ഒരാളുടെ അടുത്ത് പരിചരണത്തിനായിട്ട് വരുന്ന ഹോം നേഴ്സിൻ്റെ ഒരു ഇതാണ് കഥ. അപ്പം ആ ഹോം നേഴ്സ് ചെന്നെത്തുന്ന സ്ഥലം, അപ്പോൾ അവിടെയുള്ള മുത്തശ്ശി, അവിടെയുള്ള ഒരു വയസ്സായ ആ എന്താണ് അവരുടെ ക്യാരക്ടർ, എന്താണ് അവരാരാണ് എന്നുള്ളൊരു സംഭവത്തിൽ ഒരു നമ്മളെ അവസാനം വരെ പിടിച്ചിരുത്തുന്ന രീതിയിൽ കഥ പറഞ്ഞു കൊണ്ടുപോകാൻ ഈ ഡയറക്ടർക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് അതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന രണ്ടുപേരും മികച്ച അഭിനയം തന്നെയായിരുന്നു. എന്തായാലും ആരെങ്കിലും കാണാൻ ബാക്കിയുണ്ടെങ്കിൽ ഒരു ബോറടിയും ഇല്ലാത്ത രീതിയിൽ നമുക്ക് കണ്ടുപോകാൻ പറ്റുന്ന ഒരു ഇതാണ്. അനന്തരാമൻ അജയ് എന്നാണ് പുള്ളിയുടെ പേര്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, പുള്ളിയുടെ പേര് വരുന്നത് അനന്തരാമൻ അജയ്. ഛായാഗ്രഹണം വിജയ് രഘു, സംഗീതം വിജയ് രഘു കൃഷ്ണൻ അല്ലേ, സംഗീതം ആർക്കി, എഡിറ്റർ മിഥുൻ മുരളി. അങ്ങനെ കുറേ നല്ല
ചെറിയൊരു 40 മിനിറ്റിൻ്റെ ഒരു ഹ്രസ്വചിത്രമാണെങ്കിലും ഇതൊരു തിയേറ്ററിക്കൽ മൂവിയായിട്ട് വേണമെങ്കിലും കൊണ്ട് വെക്കാൻ പറ്റിയ ഒരു സാധനമായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തായാലും നല്ല മൂവിയാണ്, എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. നല്ല അനന്തരാമൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൂപ്പൻ ആൻഡ് ദി ബോയ്സ്. ഞാൻ വേണമെങ്കിൽ ഇതിനകത്തൊന്ന് ലിങ്ക് കോപ്പി ചെയ്തിടാം, കാണാൻ പറ്റുന്നവരൊന്ന് കണ്ടു നോക്കുക. മെയിനായിട്ട് രാത്രി സമയം ഇരുന്ന് കാണാൻ ശ്രമിക്കുക, എങ്കിലും മാത്രമേ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ എന്ന് എൻ്റെ ഒരു തോന്നൽ. ഓക്കെ.